തൃശൂർ കുന്നംകുളം കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ പ്രതിയായ യുവതി അറസ്റ്റിൽ. കേസിലെ രണ്ടാം പ്രതിയായ കേച്ചേരി സ്വദേശി ഷാനയാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഇത് എങ്ങനെയാണ് ഈ കള്ളനോട്ടടി സംഘത്തെ പിടികൂടിയത്? ഇന്നലെ വൈകിട്ടാണ് പോലീസ് കുന്നംകുളത്ത് നിന്ന് ഈ കള്ളനോട്ടടി സംഘത്തെ പിടികൂടുന്നത്. അതായത് A4 സൈസ് പേപ്പറിൽ കളർ പ്രിന്റ് നടത്തിയാണ് ഇത്തരത്തിലുള്ള കള്ളനോട്ടുകൾ ഇവർ അടിച്ചിരുന്നത്. ഏകദേശം 40,000 രൂപയുടെ കള്ളനോട്ടാണ് ഇവരുടെ വീടിന് മുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ഈ പെട്രോൾ പമ്പിലെത്തി ഈ പണം കൈമാറുന്നതിനിടെയാണ് ഇത്തരത്തിൽ 500-ന്റെ നോട്ട് കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആരാണ് കൊടുത്തതെന്നുള്ള രീതിയിൽ പോലീസിന്റെ അന്വേഷണം നടത്തുകയും ഈ കേസിലേക്ക് ഒരു അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് മുഖ്യപ്രതിയായിട്ടുള്ള ഷാനയുടെ ഭർത്തൃ സഹോദരൻ ജാബിറിനെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ ഈ നോട്ട് കൈമാറിയിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 40,000 രൂപയുടെ നോട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസ് പറയുന്ന ഒരു പ്രധാന കാര്യം, ഇവർ എത്രത്തോളം നോട്ടുകൾ ഇതേ സമാന നിലയിൽ അടിച്ചിട്ടുണ്ട് അല്ലെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അത് എവിടൊക്കെ ക്രയവിക്രയം നടത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം വിശദമായിട്ട് പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. കാരണം ഇത് വളരെ കാലങ്ങളായിട്ട് അല്ലെ നാളുകളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ്. അത്തരത്തിലാണ് ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ കമ്മട്ടത്തിന് സമാനമായിട്ടുള്ള നിലയിൽ തന്നെ പ്രിന്റ് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് അത് മുറിച്ചെടുക്കുന്നു. അതായത് ഓരോ നോട്ടുകളും അതായത് നോട്ടിന്റെ വലിപ്പത്തിൽ അവർ അടിച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് ആണ് ഇവർ വിനിമയം നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിലൊക്കെ കടകളിലാണ് നടത്തിയെങ്കിൽ പിന്നീട് അവരെ പെട്രോൾ പമ്പിലേക്ക് എത്തിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇത് ആരൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നവർ മാത്രമല്ല, ജാബിർ അടക്കമുള്ളവർ മാത്രമല്ല, മറ്റുള്ളവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുന്നംകുളം പോലീസ് ഒരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങുകയാണ്. ശരി, സാനു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.